السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن أصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. ഏറെ ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി മുഅ്മിനുകളായി ജീവിക്കുവാൻ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഹിജ്റ വർഷം 1446 വർഷത്തിന്റെ തുടക്കത്തിലാണ് നാം ഉള്ളത്. പരിശുദ്ധ ഇസ്ലാമിൽ വർഷം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും പവിത്രമായ മാസങ്ങളെ കൊണ്ടാണ്. അതിൽ ഒന്നാമത്തെ മാസമാണ് മുഹറം മാസം, അവസാനത്തേതാണ് ദുൽഹിജ്ജ, പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കപ്പെടുന്ന മഹത്തായ മാസമാണ്. ഈ ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിച്ച് അന്നു മുതൽക്കു തന്നെ, മനുഷ്യവാസം ഭൂമിയിൽ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് ആവശ്യമായിട്ടുള്ള മാസവും അതുപോലെ തന്നെ ദിവസങ്ങളും അതിന്റെ ശ്രേഷ്ഠതകളുമെല്ലാം കണക്കാക്കി എഴുതി വച്ചിട്ടുണ്ട്. ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്നു മുതൽക്കു തന്നെ 12 മാസങ്ങളാണുള്ളത്. ആ 12 മാസങ്ങളിൽ 4 മാസങ്ങളെ അള്ളാഹു അന്ന് തന്നെ പവിത്രമാക്കിയിട്ടുണ്ട്. യുദ്ധം ചെയ്യാൻ പാടില്ലാത്ത, അക്രമം പ്രവർത്തിക്കാൻ പാടില്ലാത്ത 3 ഹറാമാക്കപ്പെട്ട മാസങ്ങളാണ്. അതിലൊന്നാമത്തേതാണ് മുഹറം മാസം എന്നുള്ളത്. മുഹറം എന്ന പദത്തിന്റെ അർത്ഥം തന്നെ പരിശുദ്ധമാക്കപ്പെട്ടത് എന്നതാണല്ലോ. മറ്റു മാസങ്ങൾക്കില്ലാത്ത ചില പ്രത്യേകതകൾ മുഹറം മാസത്തിനുണ്ട്. അതിലൊന്നാമത്തത് ഞാൻ സൂചിപ്പിച്ചതുപോലെ പവിത്രമായ 4 മാസങ്ങളിൽ ഒരു മാസമാണ് മുഹറം മാസം. വിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയിൽ അല്ലാഹു പറഞ്ഞു, ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹറൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർദ് മിൻഹാ 4 ഹുറും.
അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വാനലോകത്തെയും ഭൂമിയും എല്ലാം സൃഷ്ടിച്ച അന്നു മുതൽക്കു തന്നെ മാസങ്ങളുടെ എണ്ണം 12 ആ 12 മാസങ്ങളിൽ 4 മാസങ്ങൾ പവിത്രവുമാണ്, ഹുർമത്തുള്ള മാസമാണ്. സ്വന്തത്തെയോ അതല്ലെങ്കിൽ മറ്റുള്ള ആളുകളെയോ ആക്രമിക്കാനോ ദുൽമ ചെയ്യാനോ ഒന്നും പാടില്ലാത്ത പ്രത്യേകം നിഷിദ്ധമാക്കപ്പെട്ട മാസമാണ് ഈ 4 മാസങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദീകരിച്ചു. 3 മാസങ്ങൾ തുടർച്ചയായി കൊണ്ടുവരുന്നതാണ്. ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, പിന്നീട് അതിനിടക്കാണ് റജബ് മാസം വരുന്നത്. ഇങ്ങനെ 4 മാസങ്ങളാണ്. അതിന്റെ ഹിക്മത്ത് പണ്ഡിതന്മാർ സൂചിപ്പിച്ചത്, ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ലോകത്തിന്റെ ഏതു ഭാഗത്തു നിന്നും ഹജ്ജ് കർമ്മം നിർവഹിക്കുവാൻ നിർഭയനായി കൊണ്ടുവരാൻ സാധിക്കണം. പ്രശ്നകലുഷിതമായ ഘട്ടമാണ് ഹജ്ജിന്റെ സമയത്തുണ്ടാകുന്നതെങ്കിൽ ഒരിക്കലും മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ വരാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ദുൽഹിജ്ജ മാസത്തിന്റെ മുമ്പും ദുൽഹിജ്ജ മാസത്തിന് ശേഷവുമുള്ള ഒരു മാസക്കാലം ഹജ്ജിന് വരാനും ഹജ്ജ് കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു പോകാനുമുള്ള മാസം. അതിനിടക്ക് റജബ് മാസം എന്ന് പറഞ്ഞാൽ ഇനി ആരെങ്കിലും ഉംറ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ ഉംറ നിർവഹിക്കാനും കൂടിയുള്ള മാസമാണ് റജബ് മാസം. ഇങ്ങനെ 4 മാസങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രവും അതുപോലെ തന്നെ വളരെ ആദരിക്കപ്പെടേണ്ടതുമായ മാസങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. മുഹറം മാസത്തിന്റെ മറ്റൊരു പ്രത്യേകത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ചേർത്തിക്കൊണ്ട് പറഞ്ഞൊരു മാസമാണ് മുഹറം മാസം. നമുക്കറിയാം, എല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. അള്ളാഹു അല്ലാത്തതെല്ലാം അള്ളാഹുവിന്റെ കീഴിലാണ്, അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചില പ്രത്യേകമായ വസ്തുക്കളെ അവരിലേക്ക് പ്രത്യേകമായി കൊണ്ട് ചേർത്തി പറയും. അപ്പൊ നമുക്കറിയാം, പള്ളികൾക്ക് ബൈത്തുള്ള എന്നാണ് പറയുക. അള്ളാഹുവിന്റെ വീടുകൾ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നമ്മുടെ വീട് എന്ന അർത്ഥത്തിലല്ലല്ലോ. നമുക്കറിയാം, നമ്മുടെ വീട് എന്ന് പറഞ്ഞാൽ നമ്മൾ താമസിക്കുന്നത്, നമ്മൾ ഉറങ്ങുന്നത്, നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിലെ കാര്യങ്ങൾ ചെയ്തുമൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. പക്ഷെ അള്ളാഹുവിന്റെ വീട് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ വീടുകൾ എന്ന പള്ളികളെ കുറിച്ച് പറയപ്പെടുന്നത്? ആ അള്ളാഹുലേക്ക് ചേർത്തൊരു കാര്യം പറയുമ്പോൾ അതിന്റെ മഹത്വം കൂടും. ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും അള്ളാഹുവിന്റെ അടിമകളാണ്. പക്ഷെ സൂറത്തുൽ ഫുർഖാനിൽ അള്ളാഹുവിന്റെ ഇബാദുർ റഹ്മാൻ എന്ന് പ്രത്യേകമായി കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ പ്രത്യേകം അടിമകൾ. എല്ലാവരും അള്ളാഹുവിന്റെ അടിമകളാണ്. പക്ഷെ ഈ അടിമകൾക്ക് ചില പ്രത്യേകതകളുണ്ട്. അതേപോലെ തന്നെ 12 മാസങ്ങളും അള്ളാഹു നിർണയിച്ചതാണ്. പക്ഷെ മുഹറം മാസത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഷഹറുല്ലാ, അത് അള്ളാഹുവിന്റെ മാസമാണ്. അള്ളാഹുലേക്ക് ചേർത്തി പറഞ്ഞതോടുകൂടി ആ മുഹറം മാസത്തിന് മറ്റു മാസങ്ങൾക്കില്ലാത്ത ഒരു പ്രത്യേകത കൂടി വരുന്നു എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ സഹോദരന്മാരെ, നമുക്കറിയാം, നോമ്പ് ഏറ്റവും പുണ്യമായ ഇബാദത്താണ്. പരിശുദ്ധ റമദാനിലെ നോമ്പാണ് ഏറ്റവും പുണ്യമുള്ളതും നിർബന്ധമായിക്കൊണ്ട് അനുഷ്ഠിക്കേണ്ട നോമ്പ്. അത് കഴിഞ്ഞുള്ള എല്ലാ നോമ്പുകളും ഐച്ഛികമാണ്, സുന്നത്ത് നോമ്പുകളാണ്. ഈ സുന്നത്ത് നോമ്പുകളിൽ ഏറ്റവും പുണ്യമുള്ള നോമ്പ് അത് മുഹറം മാസത്തിലെ നോമ്പാണ്. മുഹറം 9-നും 10-നും നമ്മൾ നോൽക്കുന്ന നോമ്പാണ്. സുന്നത്ത് നോമ്പുകളിൽ ഏറ്റവും അഫ്ളലായ നോമ്പെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ളലുസ് സിയാം ബഅദ ശഹ്രി റമളാൻ ശഹ്റുല്ലാഹി അല്ലദീ തദ്ഊനഹു മുഹറം. നിങ്ങൾ മുഹറം എന്ന് വിളിക്കുന്ന ആ മാസത്തിലെ നോമ്പാണ് റമളാനിന് ശേഷമുള്ള ഏറ്റവും അഫ്ളലായ നോമ്പ്. ഇബ്നു റജബ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസ് വിശദീകരിച്ചപ്പോൾ പറയാൻ, വഹാദൽ ഹദീസ് സ്വരീഹുൻ ഫി അന്ന അഫ്ളല മാ തത്വഅ ബിഹി മിന സിയാം ബഅദ റമളാൻ. റമളാനിന് ശേഷം ഒരു മനുഷ്യൻ നോൽക്കുന്ന സുന്നത്ത് നോമ്പുകളിൽ ഏറ്റവും അഫ്ളലായ, റമളാൻ നോമ്പാണ് ഏറ്റവും അഫ്ളലായതും ഏറ്റവും ശ്രേഷ്ഠമായതും, അത് സൗം ശഹ്റുല്ലാഹിൽ മുഹറം, അള്ളാഹുവിന്റെ മാസമായ മുഹറം മാസത്തിലെ നോമ്പാകുന്നു എന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. റമളാനിൽ നമ്മൾ നോൽക്കുന്ന നോമ്പും മുഹറം മാസത്തിലെ നോമ്പും നമ്മളെ സംബന്ധിച്ചിടത്തോളം വ്യത്യാസമല്ല. രാവിലെ വൈകുന്നേരം വരെ പട്ടിണി കിടക്കുക, ഭക്ഷണം കഴിക്കാതിരിക്കുക, അന്നപാനീയങ്ങൾ ഒഴിവാക്കുക. റമളാനിലും അങ്ങനെ തന്നെയാണ്, മുഹറം മാസത്തിലും അങ്ങനെ തന്നെയാണ്. പക്ഷെ എവിടെയാണ് ഫളിലത്തിൽ വ്യത്യാസം വരുന്നത്? പരിശുദ്ധ ഇസ്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല
അവന്റെ അടിമകൾക്ക് നൽകിയ അനുഗ്രഹമാണ്. സ്ഥലങ്ങൾക്കനുസരിച്ചുകൊണ്ടും കാലങ്ങൾക്കനുസരിച്ചുകൊണ്ടും ദിവസങ്ങൾക്കനുസരിച്ചുകൊണ്ടും ചില അമലുകൾക്ക് മഹത്വം കൂടുകയും കുറയുകയും ചെയ്യും. നമുക്കറിയാം, മസ്ജിദുൽ ഹറാമിൽ വെച്ചുകൊണ്ട് മനുഷ്യൻ ളുഹർ നിസ്കരിച്ചാൽ ആ ളുഹർസ്കാത്തിന് മസ്ജിദുൽ ഹറാമിൽ ളുഹർസ്കാത്തിന് പ്രത്യേകമായ റക്അത്ത് കൂടുതലില്ല, തക്ബീറത്തുൽ ഇഹ്റാം കൂടുതലില്ല, അല്ലെങ്കിൽ പ്രത്യേകമായ പ്രാർത്ഥനകളോ ദിക്റുകളോ കൂടുതലില്ല. നമ്മൾ ഈ പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്ന അതേ നിസ്കാരം തന്നെയാണ് മസ്ജിദുൽ ഹറാമിൽ നമ്മൾ നിസ്കരിക്കുക. പക്ഷെ മസ്ജിദുൽ ഹറാമിൽ നിസ്കരിച്ചാൽ 1,00,000 അധികം പ്രതിഫലമുണ്ടാകും. അത് ആ സ്ഥലത്തിന്റെ പുണ്യമാണ്. അതേപോലെ തന്നെ ചില കാലങ്ങൾ, ചില സമയങ്ങൾ അല്ലാഹു പ്രത്യേകത കൊടുത്തിട്ടുണ്ട്. ആ പ്രത്യേകത ഉള്ള സമയങ്ങളിൽ നമ്മൾ ഒരു ഇബാദത്ത് നിർവഹിക്കുമ്പോൾ അതിന് മഹത്വം കൊടുക്കും. ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ദൽ അയ്യാമി ദുനിയ, ദുനിയാവിലുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളാണ്. അത് ദിവസങ്ങൾക്ക് പ്രത്യേകത ഉണ്ട്. അതുപോലെ തന്നെ നോമ്പ്, മുഹറം മാസത്തിലെ നോമ്പിന് ഏറ്റവും പുണ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ട്. ഓരോ സമയങ്ങളും ഇതൊക്കെ അള്ളാഹു എന്തിനാണ് അള്ളാഹുവിന്റെ അടിമകൾക്ക് കൊടുത്തത്? ഒരേ ഇബാദത്ത് തന്നെ ഒരു വ്യത്യാസമില്ലാതെ സ്ഥലം അതുപോലെ തന്നെ കാലം മാറുമ്പോൾ അതിന്റെ പുണ്യം മാറുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകൾക്ക് നൽകുന്ന വലിയ ഔദാര്യമാണ്. ആ പുണ്യം ആ സമയങ്ങളിൽ നേടിയെടുക്കാൻ അവർക്ക് സാധിക്കാൻ വേണ്ടിയാണ്. അതേപോലെ തന്നെ മുഹറം മാസത്തിലെ 10ാമത്തെ ദിവസം ആശൂറയുടെ ദിവസം, അത് വളരെ പുണ്യമുള്ള ദിവസമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിർഔനിന്റെ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നുമെല്ലാം രക്ഷപ്പെടുത്തിയ മാസമാണ് മുഹറം മാസം, അതിലെ 10ാമത്തെ ദിവസം. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ദഅവത്തിന്റെ മാർഗത്തിലുണ്ടാകുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും വിശുദ്ധ ഖുർആൻ എമ്പാടും വിശദീകരിച്ചിട്ടുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനും മാതൃകയാകാനും പഠിക്കാനും വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുൽ, ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകന്മാർ ക്ഷമിച്ചതുപോലെ നിങ്ങളും ക്ഷമിക്കണം നബിയെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയത് എന്തിനാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തും ക്ഷമിക്കണം. ഫിർഔനിന്റെ പട്ടാളക്കാരും അതുപോലെ തന്നെ അവനും മുസ്ലിമീങ്ങൾ ഉപദ്രവിക്കാത്ത വകുപ്പുകളിൽ എല്ലാ നിലക്കും അവർ ഉപദ്രവിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ സൂറത്ത് ഇസ്രായിൽ 130-ാമത്തെ ആയത്തിൽ പറയുന്നു, ഫഅറാദ അൻ യസ്തഫിസ്സഹും മിനൽ അർദ്. അവസാനം ഭൂമിയിൽ നിന്ന് അഥവാ മിസ്റിൽ നിന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും അദ്ദേഹത്തിന്റെ അനുയായികളെയും മുസ്ലിമീങ്ങളെയും പുറത്താക്കാനും അവരെ നാടുകടത്താനും ഫിർഔൻ ആഗ്രഹിച്ചു. ഇന്ന് ചില ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, മുസ്ലിമീങ്ങളായ ആളുകളെ അവർ വേറെ രാജ്യത്തേക്ക് പോകണം, അവർ ഇവിടുത്തുകാരല്ല എന്നൊക്കെ പറയുന്ന അതിന് മുൻഗാമികൾ ഉണ്ടായിട്ടുണ്ട്. ഫിർഔൻ ഒരു ഉദാഹരണം മാത്രമാണ്. ഫഅറാദ അൻ യസ്തഫിസ്സഹും മിനൽ അർദ്. മൂസാ നബിയെയും അദ്ദേഹത്തിന്റെ അനുയായികളെയും നാടുകടത്താൻ, മിസ്റിൽ നിന്ന് പുറത്താക്കാൻ ഫിർഔൻ ഉദ്ദേശിച്ചപ്പോൾ ഫഅഗ്റഖ്നാഹു, നാം അവനെ മുക്കിക്കൊന്നു. വമൻ മഅഹു ജമീഅൻ, അവനെ മാത്രമല്ല അവന്റെ തിന്മയിലും അവന്റെ ധിക്കാരത്തിലും അവന്റെ കൂടെ കൂടിയ മുഴുവൻ ആളുകളെയും നാം മുക്കി നശിപ്പിച്ചു. ഇത് അടുത്ത ആയത്തിന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞെന്താ അറിയോ? ഇത് ആളുകൾക്കൊരു ഗുണപാഠമാണ്, ഇത് ആളുകൾക്കൊരു ഗുണപാഠമാണ്. ഫജഅൽനാഹും സലഫൻ വമസലൻ ലിൽ ആഖിരീൻ. ഫിർഔനിൽ നിന്ന് എന്ന അഹങ്കാരിയെ, ധിക്കാരിയെ ആ വെള്ളത്തിൽ നാം മുക്കിക്കൊന്നത് ഫജഅൽനാഹും സലഫൻ വമസല ലിൽ ആഖിരീൻ. അയാളുടെ കാലശേഷം വരുന്ന ആളുകൾക്ക് ഇതൊക്കെ ഗുണപാഠമുണ്ട്, പഠിക്കാറുണ്ട്. വെറുതെ വെള്ളത്തിൽ മുങ്ങി ചത്തതല്ല ഫിർഔൻ. നേരെ മറിച്ച് അള്ളാഹുവിന്റെ ചില പ്രത്യേകമായ ഹിക്മത്തോടുകൂടി തന്നെ അള്ളാഹു നടപ്പിലാക്കിയ ഒരു പ്രക്രിയയായിരുന്നു അത്. അതിൽ നിങ്ങൾക്ക് ഗുണപാഠമുണ്ട്. എന്താ ഗുണപാഠം? ഏത് ധിക്കാരികൾക്കും ഒരു അന്ത്യമുണ്ടെന്ന് മാത്രമല്ല, ധിക്കാരികളായ ആളുകൾക്കും അള്ളാഹുവിനെ നിഷേധിക്കുന്ന സന്ദർഭത്തിൽ ഒരുപക്ഷെ ചില താൽക്കാലികമായ സുഖ സൗകര്യങ്ങൾ അള്ളാഹു നൽകിയേക്കാം. ഫിർഔന്റെ വിഷയത്തിൽ നമുക്കത് കാണാം. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഹക്കിലാണ്, പക്ഷെ മൂസാ നബിക്കില്ലാത്ത ഒരുപാട് സൗകര്യങ്ങളും ആനുകൂല്യങ്ങളും അധികാരവും പട്ടാളവും അതുപോലെ തന്നെ സമ്പത്തും ധനവുമെല്ലാം ഫിർഔൻ അല്ലാഹു കൊടുത്തു. അത് ഫിർഔനോടുള്ള സ്നേഹം കൊണ്ടല്ല. വിശുദ്ധ ഖുർആൻ സൂറത്ത് സുഖ്റുഫിൽ അല്ലാഹു പറയാൻ, ഫലമ്മാ ആസഫൂന ഇൻതഖംനാ മിൻഹും, എന്നെ അവർ പ്രകോപിപ്പിച്ചപ്പോൾ, അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാഫിറായ മനുഷ്യന്, ഒരു സത്യനിഷേധിയായ മനുഷ്യന് ദുനിയാവിൽ എന്തെങ്കിലും ആനുകൂല്യങ്ങളോ അതുപോലെ തന്നെ എന്തെങ്കിലും അനുഗ്രഹങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ
അത് അള്ളാഹുവിന് ആ മനുഷ്യനോടുള്ള ഇഷ്ടം കൊണ്ടല്ല, അത് അയാളോടുള്ള ഇഷ്ടം കൊണ്ടോ അല്ലെങ്കിൽ മഹബത്ത് കൊണ്ടല്ല. പക്ഷെ അതിൽ അവർ അതിക്രമം കാണിക്കുകയാണെങ്കിൽ എല്ലാവരും നാം മുക്കി നശിപ്പിച്ചു. ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ മഹാൻ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ഹദീസ് കൊടുക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ റഅയ്ത അല്ലാഹു യുഅതിൽ അബ്ദ മാ ശാഅ വഹുവ മുഖീമുൻ അലാ മആസിഹി. ഒരു മനുഷ്യൻ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ടേയിരിക്കാൻ ഒരു നന്മയും അയാളുടെ ജീവിതത്തിലില്ല. പക്ഷെ അയാൾക്ക് ഒരുപാട് വിഭവങ്ങൾ ദുനിയാവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, സമ്പത്തുണ്ട്, അധികാരമുണ്ട്, സൗകര്യങ്ങളുണ്ട്, എല്ലാം നിനക്ക് കാണാൻ കഴിയും. അള്ളാഹു അയാൾക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കാൻ, ഫിർഔന് കൊടുത്തതുപോലെ മൂസാ നബിക്ക് കൊടുത്തിട്ടില്ലായിരുന്നു. അങ്ങനെ നീ കണ്ടാൽ അത് ഇസ്തിദ്റാജാണ്. ഇസ്തിദ്റാജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ചൂണ്ടക്കിടുന്ന ആളുകള് മീന് കൊത്തുമ്പോ തന്നെ വലിക്കൂല, കുറച്ച് കഴിഞ്ഞ് കുറച്ച് ലൂസാക്കിയിട്ടേ വലിക്കുള്ളൂ. കാരണം അതിന്റെ ഏളക്ക് കുടുങ്ങാൻ വേണ്ടി. ആ മീനിനോടുള്ള സ്നേഹം അല്ലെങ്കിൽ മീനിന്റെ വയറ് നിറക്കാനല്ല നമ്മൾ ഇരയിൽ പിന്നെ അതിൽ കുരുക്കുന്നത്, നേരെ മറിച്ച് ആ ഇരയെ നമുക്ക് കിട്ടാൻ വേണ്ടിയാണ്. ഇതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില സത്യനിഷേധികളായ ആളുകൾക്ക് ദുനിയാവിൽ ചില ഇരട്ട് കൊടുക്കും. അവരത് കൊത്തി വലിച്ചിങ്ങനെ വേഗത്തിൽ ഓടുമ്പോഴായിരിക്കും അള്ളാഹു ഒറ്റപ്പെടുത്തും പിടിക്കുക. ഇത് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്താണ് ഓതിയത്, ഫലമ്മ ആസഫൂന തഖംനാ മിൻഹും ഫഅഗ്റഖനാഹും അജ്മഈൻ. അവർ നമ്മെ പ്രകോപിപ്പിച്ചപ്പോൾ നാം അവരെ മുക്കിക്കൊന്നു, ആ മുഴുവൻ ആളുകളെയും നാം മുക്കിക്കൊല്ലുകയും ചെയ്തു എന്ന്. ഇതൊരു ഗുണപാഠമാണ്. ഏത് സത്യനിഷേധിയാണെങ്കിലും, ഇനി അതല്ല തിന്മകളിൽ വിഹരിക്കുന്നവരാണെങ്കിലും, അവർ മുസ്ലിം ആണെങ്കിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ധിക്കരിക്കുന്നുണ്ട്, അവനിഷ്ടം പോലെ ദുനിയാവിലും കിട്ടുന്നുണ്ടെങ്കിൽ അവൻ മനസ്സിലാക്കുന്നത് അള്ളാഹു എന്നോട് മഹബത്ത് കൊണ്ട് എനിക്ക് വാരിക്കൂലി തരികയാണെന്നല്ല, ഇതൊരു പരീക്ഷണമാണ്. എപ്പോഴാണ് അള്ളാഹുവിന്റെ പിടുത്തം വരിക എന്ന് ആർക്കും അറിയാൻ സാധിക്കുകയില്ല. ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഗുണപാഠമായിക്കൊണ്ട് ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ സഹോദരന്മാരെ, മുഹറം മാസത്തിലെ നോമ്പിന്റെ പ്രത്യേകത, ഒരു വർഷക്കാലത്തെ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന നോമ്പാകുന്നു മുഹറം ഇതിലെ നോമ്പ്. പ്രവാചകൻ ഹദീസിൽ കാണാം, സിയാമു ആശൂറ അഹ്തസിബു അലല്ലാഹി യുകഫിറ സനത്തല്ലതി ഖബ്ലഹു. ഒരു വർഷത്തെ അഥവാ കഴിഞ്ഞ വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആശൂറ ദിവസത്തിന്റെ നോമ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ചൊവ്വാഴ്ചയായിരിക്കും മുഹറം 9, ബുധനാഴ്ചയായിരിക്കും മുഹറം 10. ആ ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കുക നമ്മൾ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹറം 10ന്റെ നോമ്പാണ് നോറ്റത്. 9ന്റെ നോമ്പ് നോൽക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത വർഷം ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ നോൽക്കുന്നു, പക്ഷേ പ്രവാചകന് നോൽക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ നമുക്ക് സുന്നത്താണ്. എന്തിനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നോൽക്കാൻ വേണ്ടി പറഞ്ഞത്? കാരണം മുഹറം 10ന്റെ നോമ്പ് മക്കത്തെ മുശ്രിക്കീങ്ങളും മദീനത്തെ ജൂതന്മാരും എല്ലാവരും നോറ്റിരുന്നു. മുശ്രിക്കുകളോടും ജൂതന്മാരോടും എതിരാവുക എന്നുള്ളതാണ് ഇസ്ലാമിന്റെ താല്പര്യം. പക്ഷെ ഇന്നത്തെ മുസ്ലിങ്ങളുടെ താല്പര്യം അങ്ങനെയല്ല, നേരെ തിരിച്ചാണ്. എത്ര വലിയ സംസ്കാരം നമ്മുടെ കയ്യിലുണ്ടായിരുന്നാലും, എത്ര നല്ല കൾച്ചർ നമ്മുടെ കയ്യിലുണ്ടെങ്കിലും അതൊന്നും നമുക്ക് പുത്തരിയാണ്. മറ്റു സമുദായത്തിൽ എന്തെങ്കിലും ഉണ്ടോ അതൊക്കെ നമ്മുടെ വസ്ത്രത്തിലും നമ്മുടെ മുടിയിലും നമ്മുടെ ആചാരങ്ങളിലും നമ്മുടെ കല്യാണങ്ങളിലും നമ്മുടെ സൽക്കാരങ്ങളിലും നമ്മുടെ എല്ലാത്തിലും മറ്റുള്ള സംസ്കാരം. ഇസ്ലാമിൻ്റെത് അങ്ങനല്ല. മറ്റുള്ളവരുടെ സംസ്കാരത്തിന് വിപരീതമായി കൊണ്ട് ചെയ്യുക. അപ്പൊ നമുക്കറിയാമല്ലോ, മക്കത്തെ മുശ്രിക്കുകൾ ഹജ്ജ് ചെയ്തിരുന്നു. പക്ഷെ അവിടെ ഹജ്ജിൽ അറഫല്ല, അറഫ ഹറമിന് പുറത്താണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ ആരെങ്കിലും ഹജ്ജ് ചെയ്താൽ അറഫയിൽ വന്നിരിക്കണം. അൽ ഹജ്ജ് അറഫ. അറഫല്ലാത്ത ഹജ്ജില്ല. കാരണം അറഫല്ലാത്ത ഹജ്ജ് മുശ്രിക്കിന്റെ ഹജ്ജാണ്. ആ മുശ്രിക്കിന്റെ ഹജ്ജും മുസ്ലിമിന്റെ ഹജ്ജും വേർതിരിച്ചത് അറഫയിലാണ്. അതുകൊണ്ട് അറഫ ഹജ്ജിന്റെ റുക്കനാണ്. അത് ഇല്ലാതെ കിട്ടാതിരുന്നാലും അവന് ഹജ്ജ് തന്നെ ശരിയാകൂല. അതേപോലെ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആശൂറാന്റെ മുഹറം 10ന്റെ നോമ്പ് മക്കത്തെ മുശ്രിക്കുകളും മദീനയിലെ ജൂതന്മാരെല്ലാം നോറ്റിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളും അവരോട് അതുപോലെ നോൽക്കില്ല, അതിനപ്പുറമോ ഇപ്പുറമോ ഒരു ദിവസം നോൽക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹറം 9 നോൽക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏത് കാര്യത്തിലും അവരോട് എതിരാവുക എന്നുള്ളതാണ് ഇസ്ലാമിന്റെ താല്പര്യം. എത്രത്തോളം ചോദിച്ചാൽ മദീനത്തെ ജൂതന്മാർ പറയുക പോലും ചെയ്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളുടെ മതത്തിനോട് എതിരാകൽ മാത്രമാണ് അദ്ദേഹത്തിന്റെ ജോലി എന്ന് വരെ ജൂതന്മാർ പറയുക പോലും ചെയ്തു എന്ന് ചില ഹദീസുകൾ കാണാൻ കഴിയും. ഇതൊക്കെ ഇസ്ലാമിൽ മുഹറം മാസത്തിനുള്ള പ്രത്യേകതയാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ മുഹറം മാസം വരുമ്പോൾ ഇതൊന്നുമല്ല നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ളത്. കർബലയുടെ പേരിൽ കണ്ണീരൊഴുക്കുന്ന ചില ആളുകളുണ്ട്. ഇസ്ലാമിക ചരിത്രത്തിൽ തീർച്ചയായിക്കൊണ്ടും ഏറ്റവും കറുത്ത പാടും
മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം കരഞ്ഞുകൊണ്ടല്ലാതെ വായിക്കാൻ കഴിയാത്ത ചരിത്രമാണ് കർബലയുടേത്. പക്ഷേ കർബല എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും ആർത്തട്ടസിക്കാനോ അല്ലെങ്കിൽ അതിന്റെ പേരിൽ ഹുസൈൻ റളിയല്ലാഹുവിനെ ആണ്ട് കഴിക്കാനോ അല്ലെങ്കിൽ അതിന്റെ പേരിൽ പ്രത്യേകമായി കൊണ്ട് സംഗമം നടത്താനോ നമുക്ക് യാതൊരു തെളിവുമില്ല. കർബല ഹുസൈൻ റളിയല്ലാഹുവിന്റെ മരണം സംഭവിച്ച ദിവസമാണ്. അതൊരു മുഹറം 10-നായിരുന്നു. അതൊരു യാദൃശ്ചികമായി സംഭവിച്ച സംഭവമാണ്. മഹാനായ ഹുസൈൻ റളിയല്ലാഹുവിനോട് നിങ്ങൾ കൂഫയിലേക്ക് പോകരുത്, അവർ നിങ്ങളെ ചതിക്കുമെന്ന് മക്കത്തുണ്ടായിരുന്ന അബ്ദുല്ലാഹിബ്നു ഉമറും അതുപോലെ തന്നെ അബ്ദുല്ലാഹിബ്നു അബ്ബാസും അബൂ മൂസ അശ്അരിയും ഇങ്ങനെ സഹാബത്തിലെ പ്രമുഖരായ തലയെടുപ്പുള്ള മുതിർന്ന എല്ലാ ആളുകളും ഹുസൈൻ റളിയല്ലാഹുവിനോട് പറഞ്ഞു. പക്ഷേ കൂഫയിൽ നിന്ന് എണ്ണിക്കണക്കാക്കാൻ കഴിയാത്ത എഴുത്തുകുത്തുകൾ അദ്ദേഹത്തിന് ലഭിച്ചതിന്റെ ഫലമായി അദ്ദേഹം അവിടേക്ക് പോവുകയാണ്. തന്റെ മുസ്ലിം എന്ന് പറയുന്ന ഒരു കൂട്ടുകാരൻ അദ്ദേഹം അവിടേക്ക് പറഞ്ഞയച്ചു, മുസ്ലിം അഖീൽ എന്ന് പറയുന്ന. പക്ഷെ അദ്ദേഹത്തെയും അവർ കൊന്നുകളഞ്ഞു. കൂഫക്കാർ ചതിയന്മാരായിരുന്നു. അവസാനം മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു അവരെ വിശ്വസിച്ചിട്ടാണ് കൂഫയിലേക്ക് ഈ സഹാബത്തിന്റെ മുഴുവനും വാക്കുകളും അവഗണിച്ചുകൊണ്ട് അദ്ദേഹം പോയി. പക്ഷേ അവിടെ വെച്ചുകൊണ്ട് ഇബ്നു സിയാദിന്റെ പട്ടാളക്കാരുമായി കൊണ്ട് യുദ്ധം നടന്നു. അദ്ദേഹം വളരെ ദാരുണമായി കൊണ്ട് കൊല്ലപ്പെട്ടു. ഇത് ഇസ്ലാമിക ചരിത്രത്തിൽ നടന്നൊരു സംഭവമാണ്. പക്ഷെ ഇതിന്റെ പേരിൽ പലപ്പോഴും ഈ സംഭവത്തെ മറയാക്കി ഷിയാക്കൾ നല്ലവണ്ണം മുതലെടുക്കാറുണ്ട്. ഷിയാക്കൾ അഖീദ പറയുന്ന ചില ആളുകൾ മുതലെടുക്കാറുണ്ട്. ഇതിന്റെ പേരിൽ കർബലയുടെ പേരിൽ മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ആക്ഷേപിക്കുന്ന ആൾക്കാരുണ്ട്. മുആവിയ റളിയല്ലാഹുവിന്റെ മകനാണ് യസീദ് ഇബ്നു മുആവിയ. അദ്ദേഹത്തിന്റെ കാലഘട്ടം അദ്ദേഹം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. അതുകൊണ്ട് മുആവിയ റളിയല്ലാഹുവിന്റെ മോനായതുകൊണ്ട്, മോന്റെ കാലഘട്ടത്തിൽ നടന്ന സംഭവം ആയതുകൊണ്ട് മുആവിയ റളിയല്ലാഹു അൻഹു അതിന് ഉത്തരവാദിയാണ്. നഊദു ബില്ലാഹ്. അദ്ദേഹം മരണപ്പെട്ടിട്ടാണ്, മുആവിയ റളിയല്ലാഹു അൻഹു മരിച്ചതിന് ശേഷമാണ് യസീദ് ഇബ്നു മുആവിയ അദ്ദേഹം അധികാരത്തിൽ വരുന്നത്. ഇനി യസീദ് ഇബ്നു മുആവിയയെ സംബന്ധിച്ചിടത്തോളം തന്നെ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മജ്മുഉൽ ഫതായിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. യസീദ് ഇബ്നു മുആവിയ ഇതിന് ഉത്തരവാദിയല്ല, അദ്ദേഹം ഒരിക്കലും കൽപ്പിച്ചിട്ടില്ല, അദ്ദേഹം അത് അറിഞ്ഞിട്ടില്ല. അത് അറിഞ്ഞപ്പോൾ അദ്ദേഹം ദുഃഖിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അദ്ദേഹത്തിന്റെ പേരിൽ ഒരുപാട് കള്ളക്കഥകൾ സമൂഹത്തിലുണ്ട്. എന്നർത്ഥം യസീദ് ഇബ്നു മുആവിയ സഹാബിയാണെന്ന് ഒന്നുമല്ല. അദ്ദേഹം ഒരു സഹാബിയുടെ മകനാണ്. അദ്ദേഹത്തിന്റെ ഭരണത്തിൽ നല്ല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്, അരുതാമ ചില കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. മാനുഷികമായ ചില അബദ്ധങ്ങൾ അദ്ദേഹം സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റുള്ള ആളുകളെ പോലെ, ഭരണാധികാരികളെ പോലെ എല്ലാ അഹ്ലുസുന്ന അദ്ദേഹത്തെ കണ്ടിട്ടുള്ളൂ. പക്ഷെ അദ്ദേഹത്തെ ഒരിക്കലും ഈ കർബലയുടെ പേരിൽ ചീത്ത പറയരുത് എന്നതാണ് അഹ്ലുസുന്നയുടെ നിലപാട്. പക്ഷെ അഹ്ലുസുന്ന എന്ന് പറയുന്ന ആളുകൾ പലപ്പോഴും ഈ മുഹറം മാസം വന്നു കഴിഞ്ഞാൽ മുആവിയ റളിയല്ലാഹുവിനെ ചീത്ത പറയുക, അതുപോലെ തന്നെ മറ്റുള്ള ആളുകളെ ബൽസിക്കുക എന്നുള്ളത് ഒരു രീതിയായി കൊണ്ട് കാണും. ഇതാണ് ശരിക്കും ഇവിടെ സിയാക്കളുടെ ചരി നമ്മൾ മനസ്സിലാക്കുക. മുമ്പ് വിശദീകരിച്ചതാണ്, എന്നാണ് സാന്ദർഭികമായിട്ട് ഒന്നുകൂടി പറയാം. യഥാർത്ഥത്തിൽ കർബല എന്ന് പറയുന്നത് ഷിയാക്കളുടെ ഒരു വഞ്ചനയുടെ ചരിത്രമാണ്. അഹ്ലുബൈത്തിനോട് സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് അഹ്ലുബൈത്തിനെ വധിച്ചു കളയുക അല്ലെങ്കിൽ അഹ്ലുബൈത്തിനെ നശിപ്പിക്കുക എന്നുള്ളതാണ്. അഹ്ലുബൈത്തിനോട് ഒരിക്കലും ഷിയാക്കൾക്ക് സ്നേഹമില്ല. ഞാൻ ഒന്നുകൂടി ആവർത്തിച്ച് പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തോടുള്ള കപട സ്നേഹം മറയാക്കിക്കൊണ്ടാണ് ഷിയാക്കൾ ലോകത്ത് ഏത് കാലഘട്ടത്തിലുണ്ടായിട്ടുള്ളത്. ഇന്നും അങ്ങനെ തന്നെയാണ്. അലി റളിയല്ലാഹുവിന്റെ മകനാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു അൻഹു അഹ്ലു ബൈത്താണ്. ശരി, അലി റളിയല്ലാഹു അൻഹുവിന് ഫാത്തിമ റളിയല്ലാഹു അൻഹയിലുള്ള മകനാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു. പക്ഷെ ഫാത്തിമ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ട് 6 മാസം കഴിഞ്ഞ് മരിച്ചിട്ടുണ്ട്. നമുക്കറിയാലോ അലി റളിയല്ലാഹു അൻഹു എന്നാ മരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ച്, അബൂബക്കർ റളിയല്ലാഹു അൻഹു മരിച്ച്, ഉമർ റളിയല്ലാഹു അൻഹു മരിച്ച്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടതിന് ശേഷം ഖിലാഫത്ത് ഏറ്റെടുത്ത വ്യക്തിയാണ് അലി ഇബ്നു അബീ ത്വാലിബ്. അലി ഇബ്നു അബീ ത്വാലിബ് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മരണശേഷം ഒരുപാട് കല്യാണങ്ങൾ കഴിച്ചിട്ടുണ്ട്. ഓരോ ഭാര്യമാർ മരിക്കും, അതല്ലെങ്കിൽ ആ രീതിയിൽ 10-ലധികം കുഞ്ഞുങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഹസനും ഹുസൈനും ഇല്ലാത്ത മക്കളെ സംബന്ധിച്ച് നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? എന്തുകൊണ്ട് കേൾക്കുന്നില്ല? അവരൊക്കെ അലി റളിയല്ലാഹു അൻഹുവിന്റെ രക്തത്തിൽ പിറന്ന മക്കളാണ്. അവരൊക്കെ അഹ്ലു ബൈത്താണ്. പക്ഷെ എന്താണ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയും മാത്രം നമ്മൾ ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് കാണാൻ കാരണം? അത് ഷിയാക്കളുടെ സിയാസത്തും വർഗീയതയുമാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹു ഒരു കല്യാണം കഴിച്ചിട്ടുണ്ട്. എവിടുന്ന് പേർഷ്യയിൽ, ഇറാൻ അടക്കമുള്ള പേർഷ്യയിൽ നിന്നൊരു കല്യാണം കഴിച്ചിട്ടുണ്ട്. ഇപ്പൊ ഹുസൈൻ റളിയല്ലാഹു അൻഹു പേർഷ്യയുമായി കൊണ്ടൊരു വിവാഹബന്ധമുണ്ട്. ആ വർഗീയതയും അതുപോലെ തന്നെ ദേശീയതയുമാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ സ്നേഹം. അതല്ലാതെ
അഹ്ലു ബൈത്തിനോടുള്ള സ്നേഹമല്ല. അഹ്ലു ബൈത്തിനോട് സ്നേഹമുണ്ടെങ്കിൽ അലി റളിയല്ലാഹുവിന്റെ എല്ലാ മക്കളെയും ഒരുപോലെ കാണണം. ഒക്കെ അലി റളിയല്ലാഹുവിന്റെ മക്കളാണ്. ഉമ്മ മാറിയതല്ലുള്ളൂ, ബാപ്പൊന്നല്ലേ. ഇതാ ഞാൻ പറയും, ഇത് ഈ കപടത നമ്മൾ തിരിച്ചറിയാതെ സഹാബത്തിനെ വത്സിക്കും നമ്മളും കൂടിക്കൊടുക്കുക. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇതാണ്, മുആവിയ റളിയല്ലാഹുവിനെ എതിരെ ഒരു പോസ്റ്റ് ഇട്ട് അതിന് ലൈക്ക് അടിക്കുന്നവർ സുന്നികൾ എന്ന് പറയപ്പെടുന്നവരാണ്. നിങ്ങൾ ആലോചിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗമുണ്ട് എന്ന് സന്തോഷ വാർത്ത അറിയിക്കുകയും ഖാലുൽ മുഅ്മിനീൻ, മുഅ്മിനുകളായ വിശ്വാസികളുടെ അമ്മാവനെന്ന് മുസ്ലിം ലോകം പരിചയപ്പെടുത്തുകയും ചെയ്ത സഹാബിയാണ് മുആവിയ റളിയല്ലാഹു അൻഹു. ആ മുആവിയ റളിയല്ലാഹുവിന്റെ പെങ്ങള് നമ്മുടെ ഉമ്മയാണ്, ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ. റസൂലുള്ളാഹിന്റെ ഭാര്യയാണ്, റസൂലുള്ളാഹിന്റെ അളിയനാണ് മുആവിയ റളിയല്ലാഹു അൻഹു. പക്ഷെ മുആവിയ എന്ന് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയാൻ നാവ് വഴങ്ങാത്ത മലയാളികളും മുസ്ലിമുകളും കേരളത്തിൽ ഇപ്പോഴുണ്ട്. ഞാൻ വെറുതെ പറയല്ല, ഇതൊക്കെ നമ്മൾ ശരിക്കും തിരിച്ചറിയണം. റസൂലുള്ളാഹിന്റെ സഹാബത്തിനോട് ഹബ്ബില്ലാതെ ഒരാളും സ്വർഗത്തിലേക്ക് കടക്കുന്നു വിചാരിക്കേണ്ട സ്വാതന്ത്ര്യം വെറും മൗഢ്യമാണ്. അതുകൊണ്ട് ഷിയാക്കളുടെ വിഷയത്തിലുള്ള ശരിക്കും തട്ടിപ്പ് നമ്മൾ മനസ്സിലാക്കുക. എന്താണ് ചരിത്രത്തിലുള്ളത്, സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ചരിത്രം വായിച്ചു പോകല്ല ചെയ്യേണ്ടത്, ചരിത്രം പഠിക്കണം. നമ്മൾ ചരിത്രത്തിൽ ഒരുപാട് സംഗതികൾ, ചരിത്രം എന്ന് പറഞ്ഞാൽ ഖുർആൻ സുന്നത്തൊന്നല്ലല്ലോ. ഞാനൊരു കാര്യം വെച്ചാൽ അത് ചരിത്രമാണ്, നിങ്ങളുടെ കാര്യം ചരിത്രമാണ്, വേറെ ആളുകൾ എഴുതി വെച്ചാൽ അതും ചരിത്രമാണ്. ഒക്കെ ചരിത്രം തന്നെയാണ്. ചരിത്രത്തിൽ പലതും ഉണ്ടാവും. റസൂലുള്ളാഹിന്റെ സഹാബത്തിനെതിരെ ഷിയാക്കൾ ഒരുപാട് ചരിത്ര രചനകൾ നടത്തിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ടാണ് യസീദ് ഇബ്നു മുആവിയ സംബന്ധിച്ചും മുആവിയ റളിയല്ലാഹുവിനെ സംബന്ധിച്ചും അദ്ദേഹത്തിന്റെ പിതാവ് അബൂ സുഫിയാൻ റളിയല്ലാഹുവിനെ സംബന്ധിച്ചും ഒക്കെ വളരെ മോശമായ ചരിത്ര രചനകൾ മലയാളത്തിൽ പോലും ഉണ്ട്, ഇപ്പോഴും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. പേര് വെക്കാൻ ധൈര്യമില്ലാത്ത ചില മലയാളത്തിലെ ഷിയാക്കൾ ഇപ്പോഴും കിതാബ് എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കൊക്കെ അതറിയാം. അതുകൊണ്ട് ശരിക്കും നമ്മൾ മനസ്സിലാക്കണം, അഹ്ലുസുന്നയുടെ നിലപാട് ഏത് കാലഘട്ടത്തിലും എന്താണെന്ന് കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും നമ്മൾ സാധിക്കണം. മുഹറം മാസം വരുമ്പോഴേക്കും അത് കർബലയുടെ പേര് പറഞ്ഞ് ഇപ്പൊ നമുക്കറിയാം, യാ ഹുസൈൻ എന്ന് വിളിക്കുന്ന സമസ്തക്കാരൊക്കെ പാട്ട് നിലനിൽക്കും. യാ ഹുസൈൻ എന്ന് വിളിച്ച് ആർക്കുന്നത് ആരാണ്? ഷിയാക്കളായിരുന്ന ഒരു കാലഘട്ടത്തിൽ. അതൊക്കെ ഈ ഇറാനും മറ്റും ഇറാഖും നമ്മൾ കേട്ടു. പക്ഷെ നമ്മുടെ കേരളത്തിന്റെ പച്ചയായ മലയാളത്തിൽ യാ ഹുസൈൻ എന്ന് വിളിച്ചാർത്ത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ, വീഡിയോകൾ സമസ്തയുടെ പാട്ടുകാർ ഇറക്കിക്കഴിഞ്ഞു. ഇതൊക്കെ മെല്ലെ 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 സ്വാധീനം ചെലുത്തി അവിടേക്ക് പോകാൻ. ഇതൊക്കെ അപകടമാണ് സഹോദരന്മാരെ. അതുകൊണ്ട് മുഹറം മാസത്തിൽ ഉള്ളതുപോലെ നമ്മൾ അംഗീകരിക്കുക, ഇല്ലാത്തതിനെ ഇല്ലാത്തതായിക്കൊണ്ട് മനസ്സിലാക്കുകയും ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളെ അള്ളാഹു നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. إن الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മുഹറം 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ പലപ്പോഴും നഹ്സിന്റെ ദിവസമായി ചില കലണ്ടറുകളിലും 98% മുസ്ലിങ്ങളുടെ കലണ്ടറുകളിലും നഹ്സിന്റെ ദിവസം. അന്ന് വിവാഹത്തിന്റെ നിശ്ചയം നടക്കൂല, കല്യാണം നടക്കൂല, വീട് കൂടൽ നടക്കൂല, പുതിയ ഷോപ്പ് ഉദ്ഘാടനം നടക്കൂല. കാരണം അതിനൊരു ബർക്കത്തുണ്ടാകൂല എന്നുള്ള വിശ്വാസം. ഇതൊക്കെ എവിടുന്ന് വന്നതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച അങ്ങനത്തെ ഒരു ദീനിൽ അങ്ങനത്തെ ഒരു നഹ്സുമില്ല. എല്ലാ ദിവസവും അസ്ബഹന, അള്ളാഹുവിന്റെ അടുക്കൽ, അള്ളാഹു സുബ്ഹാനഹുവിന്റെ അടുക്കൽ നമുക്ക് പ്രഭാതത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അദ്കാറു സബാഹ് ചൊല്ലിയിട്ട് ദിവസങ്ങളിലേക്ക് പ്രവേശിക്കുന്ന ഒരു മുസ്ലിമെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ നഹ്സിന്റെ ഏർപ്പാട് തന്നെയില്ല. റമദാനിൽ പോലും നഹ്സുണ്ട് എന്താണ് നമ്മളൊക്കെ കലണ്ടർ പരിശോധിച്ചാൽ കാണാൻ കഴിയുന്ന ഔദുബില്ല. നിങ്ങൾ ആലോചിച്ചോ, അത്രമാത്രം പിഴച്ച വിശ്വാസങ്ങളിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഷിയാ സ്വാധീനം കേരളത്തിന്റെ മുസ്ലിമീങ്ങളിലേക്ക് മെല്ലെ 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 വിശ്വാസരംഗത്തിൽ നിന്ന് വിട്ട് ആചാരങ്ങളിലേക്കും വിവാഹരംഗത്തേക്കും പ്രവേശിക്കുന്നതായിക്കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. നമുക്കറിയാം, കുറച്ചു മുമ്പൊരു ചേന്നമംഗലൂരിൽ നടന്നൊരു വിവാഹം വലിയ വിവാദമായി. ബാപ്പയും ഉമ്മയും മോളെ കെട്ടിച്ചു കൊടുക്കുന്ന കല്യാണം. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് കേരളത്തിൽ അറിയപ്പെടുന്ന ഷിയാ നേതാവാണ്. അത് കഴിഞ്ഞ് പിന്നീട് വേറെ കല്യാണം, ഇപ്പതാ രാമനാട്ടുകരയിൽ വേറെ കല്യാണം. അത് നടത്തിയതാരാണ്? കേരളത്തിലെ ഷിയാ പ്രവർത്തനത്തിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പൊ അത് അനുകരിച്ചു. അഥവാ പുതിയാപ്പിളയും അതുപോലെ തന്നെ പുതിയണ്ണൊക്കെ സ്റ്റേജിൽ ഇരുന്നിട്ട് നിക്കാഹ് നടത്തി അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കല്യാണം.
ചില ആളുകൾക്ക് തോന്നി പിന്നെന്താ കുഴപ്പം, ഒരു വധു തന്റെ വിവാഹം നടക്കുന്ന സദസ്സിൽ പങ്കെടുത്താൽ എന്താണ് കുഴപ്പം? ഒരു കുഴപ്പമില്ല, നമ്മളാരും കുഴപ്പം പറഞ്ഞിട്ടില്ല. പക്ഷെ വിവാഹം എന്ന് പറയുന്നത് പുരുഷന്മാർ തമ്മിലുള്ള കരാറാണ്. പെണ്ണുങ്ങള് ഞാൻ എന്റെ ശരീരം നിങ്ങൾക്ക് കല്യാണം ചെയ്തെടുക്കുന്നു എന്ന് പറയുന്നത് ഇസ്ലാമിൽ നിക്കാഹല്ല. ആ പെണ്ണിന്റെ വലിയ ഒരു ഭർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. പുരുഷനും തമ്മിലുള്ള കരാറാണ് പിന്നെ കല്യാണം എന്ന് പറയുന്നത്. കല്യാണം ഒന്നും നിലയുണ്ടായതല്ലോ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലം മുതൽക്ക് കല്യാണമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ റസൂലുള്ള കല്യാണം കഴിച്ചിട്ടുണ്ട്, സഹാബത്ത് കല്യാണം കഴിച്ചിട്ടുണ്ട്. അവിടെ എവിടെയും ഒരു പെണ്ണ് ഒരു ആണും കൂടിയിട്ട് ഞങ്ങളുടെ മക്കളെ കല്യാണം കഴിച്ചു എന്നുള്ള രീതിയില്ല. അത് ഇസ്ലാമിക വിരുദ്ധമാണ്. ചില ആളുകൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു വെറൈറ്റി കണ്ടാൽ അതിനൊക്കെ ലൈക്ക് അടിച്ച് അതിനെന്താ കുഴപ്പം, ഇസ്ലാമിലില്ലാത്തതാണ് ഇതിന്റെ ഒക്കെ കുഴപ്പം. അതൊരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞ വിവാഹവേദിയിൽ ആണുങ്ങൾക്ക് പുറമെ പെണ്ണുങ്ങൾക്ക് കൂടി കയറിയിരുന്ന് അവിടെ അതേ സമയത്ത് ആ സദസ്സിലോ അല്ലെങ്കിൽ പിന്നെ മറ്റുള്ള സ്ഥലങ്ങളിലോ ഒരു വധുവിന് ആ നിക്കാഹ് ഖുത്ബ കേൾക്കുന്നതിനോ അല്ലെങ്കിൽ പങ്കെടുക്കുന്നതിനോ യാതൊരു കുഴപ്പവും ഉണ്ടാകാൻ ഏറ്റവും നല്ലതാണ്. പക്ഷേ ഒരു കരാറിന്റെ സദസ്സിൽ പുരുഷന്മാരുടെ കൂടെ തന്നെ കൂടിയിരുന്ന് ഞങ്ങളും കൂടി കല്യാണം നടത്തുകയാണ് എന്ന രീതി, അതിനൊന്ന് എന്താണ് കുഴപ്പമെന്ന് ചോദിക്കുന്നത്, അത് നമ്മുടെ മനസ്സറിയാതെ തന്നെ ഇസ്ലാമിക വിരുദ്ധരുടെ കൈകളിലേക്ക് നമ്മുടെ മനസ്സുകൾ പോകുന്നു എന്നുള്ളതിന്റെ ഒരു അടയാളം കൂടി. ഇങ്ങനെ തന്നെയാണ് ഇസ്ലാമിന്റെ ശത്രുക്കൾ കയറി വരിക. നമ്മുടെ വിശ്വാസ രംഗത്ത് കയറി വന്നു, ഇനി സംസ്കാര രംഗത്ത് കയറി. നിങ്ങൾ ആലോചിച്ചു, ഒരു 10-50 കൊല്ലം മുമ്പുള്ള കല്യാണത്തിൽ ഏതെങ്കിലും ഒരു പുതുപ്പെണ്ണിന്റെ തലയിൽ മുല്ലപ്പൂ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മളെ കാരണന്മാരൊക്കെ കല്യാണം കഴിച്ചിട്ടില്ല. അവിടെ ഒരു 50-60 കൊല്ലം മുമ്പ് കല്യാണം നടന്ന ഏതെങ്കിലും ഒരു മുസ്ലിം പുതുനാരിയുടെ തലയിൽ മുല്ലപ്പൂ ഉണ്ടായിരുന്നോ? ഇല്ല. അതൊക്കെ ഹൈന്ദവന്മാരുടെയും അതുപോലെ തന്നെ ക്രിസ്ത്യാനികളുടെയും കല്യാണത്തിലാണ് നമ്മൾ സാധാരണ കണ്ടത് മുല്ലപ്പൂവൊക്കെ. പക്ഷെ ഇപ്പത് മുസ്ലിങ്ങളുടെ വീട്ടിലേക്കും കയറി വന്നു. ഞാനത് നേരത്തെ പറഞ്ഞത്, നമ്മുടെ സംസ്കാരമല്ല നമുക്ക് വരുന്നത്, മറ്റുള്ളവരുടെ സംസ്കാരം. ഇന്നിപ്പോ കല്യാണത്തിനാണെങ്കിൽ മ്യൂസിക്കും പാട്ടും അതുപോലെ തന്നെ എന്തൊക്കെ തോന്നിവാസങ്ങളുണ്ടോ എല്ലാം കല്യാണത്തിന് ഹലാലാകുന്ന ഒരവസ്ഥയാണ്. നഊദുബില്ലാ. ഞാൻ ആരെ ആക്ഷേപിക്കാനോ കുത്തിവാക്ക് പറയാനില്ല. നമ്മൾ അറിയാതെ നമ്മുടെ സംസ്കാരം ചോർന്നൊലിച്ചു പോകുന്നുണ്ട് എന്ന് പറയാനാണ് ഞാൻ പറഞ്ഞത്. ഇത് നമ്മൾ അറിഞ്ഞോളുന്നില്ല, പക്ഷെ നമ്മൾ അറിയാതെ നമ്മുടെ സംസ്കാരം. ഇന്ന് കല്യാണത്തിന്റെ നിയന്ത്രണം ആരുടെ കയ്യിലാണ്? പാപ്പാന്റെ കയ്യിലൊന്നുമില്ല, അല്ലെങ്കിൽ പുതിയാപ്പന്റെ കയ്യിലല്ല. ആ കല്യാണത്തിൽ ഫോട്ടോഗ്രാഫർ ഉണ്ടോ, ആ ഫോട്ടോഗ്രാഫറുടെ മതമാണ് കല്യാണത്തിന്റെ മതം. അല്ലെങ്കിൽ നിങ്ങൾ പറയും. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കല്യാണത്തിൽ പോയി, യാദൃശ്ചികമായി കണ്ടതാണ്. പുതിയെന്ന് കടന്ന് ഇങ്ങനെ തിരിയുന്നുണ്ട്, പുതിയാപ്പളിന്റെ കൈയും പിടിച്ച് ആളുകൾ ഇങ്ങനെ അപ്പുറത്തിരിപ്പൊക്കെ നിൽക്കുന്നുണ്ട്. ഇതൊക്കെ ഏത് സംസ്കാരം? കാരണം ഫോട്ടോഗ്രാഫർ പറഞ്ഞതാണ് തിരിയാൻ. അപ്പോൾ തിരിയണം, എന്നാലേ ഫോട്ടോ കിട്ടുള്ളൂ. ഫോട്ടോഗ്രാഫറുടെ ദീനെന്താണോ അതാണ് കല്യാണത്തിന്റെ ദീന്. ഇത് നമ്മുടെ സംസ്കാരം നമ്മൾ ഒരിക്കലും കളഞ്ഞു കുടിക്കുന്ന സഹോദരൻ. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതൊക്കെ അന്യശായിസത്തിലൂടെയും അതുപോലെ തന്നെ മറ്റുള്ള പഴച്ച കക്ഷികളുടെയൊക്കെ സ്വാധീനം അഹ്ലുസുന്നയിലേക്ക് മെല്ലെ മെല്ലെ കടന്നു വരുന്നു എന്നുള്ളതിന് ഉദാഹരണം ഞാൻ പറഞ്ഞത്. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കുക. യഥാർത്ഥ ആദർശത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് പഴഞ്ചനാണ്. പക്ഷെ ഇത് കേൾക്കുമ്പോൾ ചില ആൾക്ക് തോന്നുന്നുണ്ടാവും, ഇയാൾക്ക് ലോകം തിരിയാത്ത ആളല്ലേ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. അങ്ങനെ റസൂൽ പറഞ്ഞ ഇസ്ലാമു ഗരീബൻ വസയഊദു കമാ ബദാ. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അപരിചിതത്തിലൂടെ തുടങ്ങി. ആർക്കും പരിചയം. ഇതെന്താ ഒരു പുതിയ ദീൻ? അപ്പൊ ദീൻ ഉള്ളത് പറയുമ്പോൾ ആളുകൾക്ക് എന്തോ അപരിചിതത്താണ്. ഇതെവിടെ പുതിയത് കിട്ടിയെങ്കിൽ റസൂൽ പറഞ്ഞു ഇത് അതേ അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചു വരും. ദീനിൽ ഉള്ളത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ആളുകൾ പറയും, ഇതൊന്നും ഇതുവരെ നമ്മൾ കേട്ടിട്ടില്ലല്ലോ, ഇതൊന്നും ഈ കാലത്ത് യോജിച്ചതല്ലല്ലോ എന്ന് പറയുന്ന അവസ്ഥ ഉണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ സംസ്കാരം എപ്പോഴും കളഞ്ഞു കുടിക്കാതെ സൂക്ഷിക്കണം. ഇസ്ലാമിനേക്കാൾ മുന്തിയ ഒരു സംസ്കാരവും ഒരു കല്യാണവും ഒരു രീതിയൊന്നും ലോകത്ത് ഒരു മനുഷ്യന്റെ കയ്യിലില്ല. അത് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ വിശ്വാസവും നമ്മുടെ ആചാരവും നമ്മുടെ ഇബാദത്തുകളും ഒന്നും ലോകത്ത് ഒരു പടപ്പിന്റെ കയ്യിലില്ല. അതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ളത് നമ്മൾ പിന്നെ ഒരു ഫഖറോടുകൂടി അഹങ്കാരത്തോടുകൂടി തന്നെ നമ്മൾ മുറുകെ പിടിക്കണം. മറ്റുള്ളവരുടെ എച്ചിരികൾ പിന്നെ വാലി വലിച്ച് തിന്നേണ്ട ഒരു ആവശ്യവും നമുക്കില്ല. നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അവന്റെ ദീൻ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ചുകൊണ്ട് ജീവിക്കാനും അള്ളാഹു നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെ വന്നു പോയിട്ടുള്ള മുഴുവൻ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്കെല്ലാം പുറത്തു നൽകുമാറാവട്ടെ.
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا رب العالمين.